ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയേണ്ട വിവിധ സിനിമകളുടെ കളക്ഷൻ കണക്കുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ഭൂൽ ചൂക്ക് മാഫ് എന്ന ബോളിവുഡ് സിനിമയുടെ കളക്ഷനാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് 20 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തേത് എയ്സ് എന്ന വിജയ് സേതുപതി നായകനെത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയുടെ കളക്ഷനാണ്. സിനിമയുടെ ബഡ്ജറ്റും കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ആദ്യ ദിവസത്തേക്കാൾ ഭേദപ്പെട്ട കളക്ഷൻ സിനിമ രണ്ടാം ദിവസം നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ആകെ മൊത്തത്തിലുള്ള കളക്ഷനും ബഡ്ജറ്റ് നോക്കുമ്പോൾ സിനിമ ഡിസാസ്റ്ററിലേക്ക് പോകാൻ സാധ്യതകൾ കൂടുതലാണ്. 30 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് 2,50,00,000 വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. മൂന്നാമത്തേത് പടക്കളം എന്ന സിനിമയുടെ കേരള വേൾഡ് വൈഡ് കളക്ഷനാണ്. ഇന്ന് 33 ലക്ഷത്തിന് മുകളിലെ കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്ന് 60 ലക്ഷത്തോളം കേരള ഗ്രോസ് നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 10 കോടിയിലേക്ക് അടുക്കുന്നു. വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെ 13 കോടി കടക്കുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്തത് ആസാദി എന്ന കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയുടെ കളക്ഷനാണ്. ശ്രീനാഥ് ബാസി സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായെങ്കിലും അതിനൊത്ത കളക്ഷനൊന്നും തന്നെ ഇനിയും കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആദ്യ ദിവസത്തെ ഇതുപോലെ തന്നെ രണ്ടാം ദിവസത്തെ ഇതുപോലെ തന്നെ ഇന്നും 4 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഞായറാഴ്ചയായിട്ടും കളക്ഷൻ വർധന വരാതെ പോയ സിനിമയ്ക്ക് 25 ലക്ഷത്തോളം കേരള ഗ്രോസ് 3 ദിവസങ്ങൾ കൊണ്ട് വരുന്നതാണ്. തമിഴിൽ നിന്നുള്ള ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയുടെ തമിഴ്നാട് കേരള വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുകയാണ്. അത് പ്രകാരം തമിഴ്നാട്ടിൽ 57 കോടി 50 ലക്ഷത്തിന് മുകളിൽ ഗ്രോസ് കളക്ഷൻ വന്ന സിനിമയ്ക്ക് ഇന്നത്തോടെ 80 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ വരുമെന്നാണ് നിലവിൽ ഇന്നത്തെ കളക്ഷൻ ഉൾപ്പെടെയുള്ള എസ്റ്റിമേറ്റ് റിപ്പോർട്ട്. കേരളത്തിൽ 1,60,00,000 കളക്ഷൻ നേടിയെടുത്ത സിനിമ എല്ലാ മേഖലകളിലും വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ്. ഇനി മലയാളത്തിന്റെ വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് തുടരുമെന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടൻ സിനിമയുടെ അടുത്തൊരു നേട്ടം തന്നെയാണ് ഈ വീഡിയോയിലൂടെയും ഇന്നത്തെ ദിവസവും പ്രേക്ഷകരോട് എത്തിക്കാനായിട്ടുള്ളത്. ചില പ്രമുഖരുടെ എല്ലാം തന്നെ സിനിമകൾ എത്ര പോസിറ്റീവ് ലഭ്യമായാലും ഒരാഴ്ചക്കുള്ളിൽ വാഷ് ഔട്ട് ആകുമ്പോഴാണ് ലാലേട്ടൻ സിനിമയ്ക്ക് ഇന്ന് 5ാമത്തെ ഞായറാഴ്ചയും 1 കോടിയിലധികം കേരള ഗ്രോസ് കളക്ഷൻ വരുന്നത്. സിനിമകളുടെ കളക്ഷൻ എല്ലാം തന്നെ നിർമ്മാതാക്കൾ പുറത്തുവിടുന്ന കാഴ്ച കാണാറുണ്ട്. ഇപ്പോഴത്തെ തുടരുമെന്ന സിനിമയുടെ ഒരു തിയേറ്ററിലെ കളക്ഷൻ ഇപ്പോഴത്തെ തിയേറ്റർ ഉടമ പുറത്തുവിട്ടിരിക്കുകയാണ്. അത് പ്രകാരം കോട്ടയത്തെ അഭിലാഷ് തിയേറ്ററിലെ 1 കോടിയിലധികം കളക്ഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് കളക്ഷൻ കിടക്കുന്ന സിനിമയായിട്ട് തുടരും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ തന്നെ സന്തോഷത്തോടെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ പവർ ഏത് ലെവലാണെന്ന് ഒരിക്കൽ കൂടി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ 1 വർഷം കൊണ്ടെല്ലാം തന്നെ നേടിയെടുക്കുന്ന കളക്ഷൻ ആയിരിക്കും ഒരൊറ്റ സിനിമയിലൂടെ ഒരൊറ്റ മാസം കൊണ്ട് ലാലേട്ടൻ കാണിച്ചു തന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള തുടരും നേട്ടങ്ങളുടെ റിപ്പോർട്ടുകൾക്ക്.